അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാൻ വക്കീലിൻ്റെയും വല്യമ്മയുടെയും ആവശ്യാർത്ഥം നമ്മുടെ സഫീർ അതാ ആയിഷയെയും പൊന്നുമോൾ ആമിയെയും രക്ഷപ്പെടുത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നതാണ് നമ്മുടെ സഫീറിൻ്റെ ആഗ്രഹം. പക്ഷേ ഇതെങ്ങാനും ജസീർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതല്ല എങ്കിൽ സഫീറിൻ്റെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാലും അത് വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. കാരണം അവർ ആ പാതിരാത്രിയിൽ ഇറക്കി വിട്ട ആ കുടുംബം, അവരെ സഫീർ മോചിപ്പിക്കുന്നു എന്നറിയുമ്പോൾ അവർക്ക് ഹാലിളകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതീവ രഹസ്യമായിട്ടല്ലാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാനും മടിക്കില്ല. ജസീറും മടിക്കില്ല, ഉമ്മയും മടിക്കില്ല, രണ്ടാളും കണക്കാണ്. ഉമ്മ എന്നാൽ ഞാൻ അങ്ങോട്ട് മോനെ പോയി വരിട്ടോ. പിന്നെ പുളിക്കൽ തറവാട്ടുകാരെ അറിയണ്ട മോനെ. ഏതായാലും പുളിക്കൽ തറവാട്ടിൽ എത്രയോ സ്വത്തും സമ്പത്തും സുഖവും എല്ലാം ഉണ്ട്. പക്ഷേ പൊന്നുമോനെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടില്ല കേട്ടോ. അതിവിടെ നിന്നാണ് ഈ പൊന്നുമോളുടെ വാക്കുകളും ഈ പൊന്നുമോളും മോനെ എന്നെ എന്തോരം എൻ്റെ മുടി നന്നാക്കി തന്നിട്ടും മുടി വാർന്നു തന്നിട്ടും എനിക്ക് കഥ പറഞ്ഞു തന്നിട്ടും പൊന്നാരൻ്റെ കുട്ടിയെ, അതെ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയെ എനിക്ക് പഠിച്ചവനായിട്ടാണ് ഇറക്കി തന്നത്. കാരണം ഞാൻ കുറച്ച് കാലം കഷ്ടപ്പെട്ടിരുന്നു. വൃദ്ധസദനത്തിൽ മിണ്ടാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ പൊന്നു മോനെ, അതെ പുളിക്കൽ തറവാട്ടിൽ ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ആയാൽ പുറത്തിറങ്ങാൻ പറ്റൂല. എന്തോ ഒരു അവസ്ഥയാണ്. ഒരാൾ വന്നാൽ കാണാൻ പറ്റൂല. എന്നെ ഒരു ജയിലിലിട്ട പോലെയായിരുന്നു പൊന്നു മോനെ. എനിക്കതൊന്നും വേണ്ട. സമാധാനത്തോടു കൂടി ഇവിടെ ജീവിച്ചാൽ മതി. ഉമ്മ ശരിയാണ്, ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മമ്മക്ക് എൻ്റെ വല്യമ്മക്ക് ഏറ്റവും സുഖവും സന്തോഷവും എവിടെ കിട്ടണേ അവിടെ നിന്നോളൂ കേട്ടോ. അങ്ങനെ അത് റിസ്വാൻ വക്കീലിനോട് പറയുന്നു. മോളെ റിഷു, ഞാനെന്നാലും പോയിട്ട് വരാം കേട്ടോ. ഇക്ക ശ്രദ്ധിച്ച് പോണേട്ടോ, ശത്രുക്കളാണ് ചുറ്റുഭാഗത്തും. ഹേയ് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ച റബ്ബിനോട് നീ ദുആ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സഫീർ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു ആയിഷയുടെ ആ ഒരു കൊച്ചു കുടിലിലേക്ക്. എന്നാൽ പെട്ടെന്ന് അതാ അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാ റബ്ബേ? ഒരു നിമിഷം ആ നമ്പർ കണ്ട് അവൻ ഞെട്ടി. നൂർജഹാൻ, എന്താണാവോ? ഹലോ, എവിടെ ഷഫീർ? ഞാൻ ഒരു യാത്രയിലാണ്. ഓ, നമ്മളെയൊക്കെ മറന്നോ? പിന്നെ നിക്കാഹും കല്യാണമൊക്കെ ആയല്ലോ. എന്താ എങ്ങോട്ടാ പോക്ക്? ഞാൻ ഒരത്യാവശ്യം. ഓ ഓക്കെ ഓക്കെ. പിന്നെ എന്നാ ഡേറ്റ് ഫിക്സ് ആയില്ലേ? ഇനിയിപ്പോൾ എന്താ അധികം ദിവസമൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ എന്നെ മറന്നോ? ഇല്ല. മറന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങ് മറന്നേക്ക്. പക്ഷേ ആ വിവാഹത്തിൻ്റെ ഡേറ്റ് മറക്കരുത് കേട്ടോ. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വീട്ടിൽ? ഒന്നുമില്ല കാര്യമായിട്ട്, ഇതൊക്കെ തന്നെ. പിന്നെ നിൻ്റെ ജ്യേഷ്ഠൻ ജസീർ, അവനെന്താ വല്ല പ്ലാനിങ്ങും ഉണ്ടോ? ഇല്ല. ചിലതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അതായത് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എൻ്റെ മുമ്പിൽ സഫീർ, ഞാനത് പറയുന്നില്ല, എന്തിനാ വെറുതെ പറയുന്നത്. പക്ഷേ എനിക്കത് അത്രക്കും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അത് സ്വന്തം വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആൾ തന്നെ കൊണ്ടുപോയിട്ട് മറ്റൊരു പെണ്ണിനെ എൻ്റെ മുമ്പിൽ വെച്ച്, ഞാൻ അത്രക്കും വിഷമിച്ചെടങ്ങാറായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അത്രക്കും എനിക്ക് വെറുപ്പാണ് ആ കഴുതയെ. അവനെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ അതിനൊക്കെ കരുതിയിട്ട് തന്നെയാണ് അങ്ങ് വരുന്നത്. വരും, ജസീർ എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ പിന്നാലെ വരും. എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഒരു പെണ്ണിനെ കണ്ട് വെറുതെ വിടാത്തതാണ് അവന്. ഉറപ്പാണ് എൻ്റെ പിന്നാലെ വരും, അതെനിക്ക് നന്നായിട്ടറിയാം. അന്ന് കൊടുക്കണം അവനക്ക് പണിഷ്മെൻറ്റ്. പിന്നെ ഞാൻ വേറെ അല്ല, ഒന്നുമില്ല, ഒന്നും വേണ്ട. എനിക്ക് സഫീറിനോടൊന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ മറ്റവനോടാണ്. പക്ഷെ നിൻ്റെ ഭാര്യയായി കയറി വരും.
ഞാൻ അങ്ങോട്ട്. അല്ലെങ്കിലും അന്യൻ്റെ ഭാര്യയൊക്കെയാണ് അവനിഷ്ടം. അങ്ങനെയൊക്കെ കയറി വരികയാണെങ്കിൽ അവനക്ക് നല്ല പണി ഞാൻ കൊടുക്കും. എനിക്കെന്തായാലും പുളിക്കൽ തറവാട്ടിൽ കയറി കൂടണം. കയറി കൂടിയേ മതിയാവൂ. നിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ പെങ്ങളുണ്ടല്ലോ, മൂപ്പത്തിയാര് ഭയങ്കര സാധനമാണ് കേട്ടോ. എൻ്റെ അമ്മായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അന്ന് ന്യായീകരണം? എന്തൊക്കെയാണ് അന്ന് എന്നെയാണ് പറഞ്ഞത്. അവൾക്ക് മറ്റൊരാളുടെ ഇഷ്ടമുണ്ടാവും, അല്ലാതെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. എത്ര പറഞ്ഞിട്ടും എന്ത്? ഒടുവിൽ ഞാൻ പുളിക്കൽ തറവാട്ടിലേക്ക് എന്നെ കയറി കൂടാനുള്ള കാര്യം മറ്റൊന്നുമല്ല. ഇത് എൻ്റെ അമ്മായിയും എൻ്റെ അമ്മായിക്കൊരു മകനുണ്ട്. എൻ്റെ ജീവിതം നശിപ്പിച്ച അവന്. അവൻ്റെ ആ ക്രൂര പ്രവൃത്തി ഞാൻ ഒരിക്കലും മറക്കൂല. എനിക്ക് മറക്കാൻ കഴിയൂലത്. എത്ര പ്രതീക്ഷയോടെയാണ് സഫീർ ഞാൻ ആ ജീവിതത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവന് ചെയ്ത ആ കാര്യങ്ങൾ അത്രക്കും ഒരു പെണ്ണും സഹിക്കാത്ത രീതിയിലാണ്. എൻ്റെ മുമ്പിൽ വെച്ചാണ് അവന് വേണ്ടാത്തരമെല്ലാം കാണിച്ചത്. ആ പെണ്ണും തന്നെ അതിനനുസരിച്ച് നിന്ന് കൊടുത്തിട്ട്, എന്നിട്ട് ഞാൻ അവിടെ ഒരു നോക്കുകുത്തിയായി ഞാൻ എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ആര് കേൾക്കാൻ? അങ്ങനെയുള്ള റിസോർട്ടിലേക്കല്ലേ കൊണ്ടുപോയിട്ടുള്ളത്, കാമുകിയുടെ അടുത്തേക്ക്. അത് എനിക്ക് അന്നു മുതലേ എനിക്ക് ആകെ വെറുത്തൊരു സംഭവമാണ് ഈ വിവാഹം എന്നതും ഒക്കെ. എന്നാൽ ഇപ്പോൾ പ്രതികാരം തീർക്കാൻ എനിക്ക് ദാഹമായി. എനിക്കതിനങ്ങ് കയറി പറ്റണം സഫീർ. എന്നാ നീ പെട്ടെന്നൊന്ന് ആയി കിട്ടിയിരുന്നെങ്കിലും ഞാൻ വിചാരിക്കുകയാണ് നൂർജഹാൻ. പിന്നെ എന്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ പൊന്നു സഫീർ, ഒരിക്കലും ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കാൻ എൻ്റെ ഭർത്താവാക്കാനല്ല ഉദ്ദേശിച്ചത്. വെറും ഒരു അഭിനയം മാത്രം. പക്ഷേ നിൻ്റെ മണവാട്ടിയായി ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. നിൻ്റെ റൂമിൽ ഞാൻ ഇരിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ സഫീറിനെ അന്ന് മുതൽ എൻ്റെ റൂമിൽ നിന്ന് പോകാം, എൻ്റെ ബെഡ്റൂമിൽ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്നും ഇരിക്കേണ്ട, പോകാം, പോകുന്ന സ്ഥലത്തേക്ക് പോകാം. എനിക്കതല്ല ആവശ്യം. നിൻ്റെ ഒരു ഭാര്യയായി ജീവിക്കുക ആ വീട്ടിൽ എന്നതാണ് എൻ്റെ ആവശ്യം, മറ്റൊന്നുമല്ല. സോറി സഫീർ ബുദ്ധിമുട്ടിച്ചതിന്. കാരണം എനിക്ക് ആ ദിവസം ഒന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ ഒന്ന് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ലോങ്ങുള്ള പോലെ തോന്നുക, ഒന്ന് പെട്ടെന്നായിരുന്നെങ്കിൽ എന്ന്. എന്നാൽ നൂർജഹാനോട് സഫീർ പറഞ്ഞു, നൂർജഹാൻ, പിന്നെ ഇപ്പോൾ നിനക്ക് വിളിക്കാം, പക്ഷേ പിന്നീട് എന്നെ കൂടുതൽ വിളിക്കരുത് കേട്ടോ. നോ പ്രോബ്ലം. ഇല്ലില്ല, അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. ഒരിക്കലും സഫീറിനെ ചതിക്കാനല്ല ഞാൻ. സഫീറിനെ രക്ഷപ്പെടുത്തണം എനിക്ക് ഇതിൽ നിന്ന്. അതുകൂടി രക്ഷയുണ്ട്. പിന്നെ അതുമാത്രമല്ല, സഫീറിന് നല്ലൊരു ജീവിതം അത് ഞാൻ എപ്പോഴും ആശംസിച്ചു കഴിഞ്ഞു. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കൂ, സന്തോഷത്തോടു കൂടി. ഒരിക്കലും ഞാൻ നിങ്ങളെ തെറ്റിക്കാനോ ഒന്നിനുമല്ല. എനിക്ക് നിങ്ങൾ എൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ നിൻ്റെ സഹായമില്ലാതെ എനിക്ക് പുളിക്കൽ തറവാട്ടിലേക്ക് കയറാനും കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊരു ഉടമ്പടി ഏറ്റെടുത്തത് കേട്ടോ. സഫീർ പറഞ്ഞു, നൂർജഹാൻ അതൊക്കെ. അങ്ങനെ അതാ നൂർജഹാൻ ഫോൺ കട്ട് ചെയ്തു. അവൻ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ പഠിച്ചോനെ, എൻ്റെ റിസ്വാന വക്കീൽ അവളൊക്കെ എത്ര നല്ല പെൺകുട്ടിയാണ്. വേണ്ടാത്ത ഒരു കാര്യമില്ല, ഒന്നുമില്ല, എല്ലാം കൊണ്ട് നല്ലത്. പാവം എൻ്റെ മോള് പറയുമ്പോൾ വക്കീലാണ്, ഇനി ജഡ്ജി ആവാൻ വേണ്ടി എക്സാം എഴുതുന്നു. അങ്ങനെയൊക്കെ ആയിട്ടും അത്ര ഉന്നത നിലയിൽ പഠിച്ചെത്തിയിട്ടും അവളുടെ ഒരു പവിത്രത, അവളുടെ ഒരു വിനയം, പെരുമാറ്റം എത്രമാത്രം പരിശുദ്ധിയാണ്. പഠിച്ചോനെ അല്ലാ, നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ, ആമീൻ. അങ്ങനെ ആ യാത്ര ചെയ്ത് അവസാനം അവൻ എത്തിയത് അതാ നമ്മുടെ ആയിഷയുടെ ആ ഒരു കൊച്ചു കുടിലിലേക്കായിരുന്നു. എന്നാൽ പതിവ് പോലെ അതാ അവൻ അങ്ങോട്ടെത്തിയപ്പോൾ പൊന്നുമോൾ ആമി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവളെന്തോ കല്ലും ചിരട്ടയും വെച്ച് കളിക്കുകയായിരുന്നു. എന്നാൽ അതാ അവന് സഫീറിനെ കണ്ടപാടെ അവൾ ഓടിയെടുത്തു. പപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ സഫീർ അവളെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. അതെ,
സഫീറിനറിയാം അത് എൻ്റെ മോള് തന്നെയല്ലേ. ജസീറിൻ്റെ മോളാണെങ്കിലും അത് എൻ്റെ മോളെ പോലെ തന്നെയാണ്. ശരിക്കും എന്തെന്നറിയില്ല, സഫീറും ആ കുഞ്ഞും തമ്മിൽ വല്ലാത്തൊരു ടച്ചപ്പ് ഉണ്ടായിരുന്നു. അത് സ്വന്തം മകളാണെന്ന് തന്നെ അവന് തോന്നി. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നും തോന്നിയില്ല. ആ പൊന്നുമോള് വാരിയെടുത്തു. അങ്ങനെയതാ സഫീർ ആ കുടിലിൻ്റെ വാതിൽക്കൽ. പപ്പാ, അവൾ അവളുടെ ഉമ്മച്ചിയെ വിളിച്ചു പറഞ്ഞു. ഉമ്മച്ചി, പപ്പ വന്നു എന്നുള്ള രീതിയിൽ ഉമ്മച്ചി ആ കൊച്ചു കുടിലിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വന്നു. മോനെ, എനിക്ക് ആയിഷ, നീ മാറ്റിയൊരുങ്ങ്, നമുക്ക് പോകാം. ഒരുപാട് ആരും അറിയൊന്നും വേണ്ട, നീ പോര്. ഞാൻ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? ഒരിക്കൽ പോലും ജസീറും ഉമ്മയും എന്നെ കാണാനിട വരരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. അവരുടെ മുമ്പിലേക്ക് എനിക്ക് പോരാൻ കഴിയില്ല, അതുകൊണ്ടാണ്. പ്ലീസ് മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ആയിഷ. മോളെയും കൊണ്ട് നമുക്ക് പോകാം ഒരിടത്തേക്ക്. അതെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ, മോൾക്ക് ഉടുപ്പൊന്നും ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ, അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇനി വേണ്ട, ഒന്നും വേണ്ട, പഴയ സാധനങ്ങളൊന്നും വേണ്ട. അത് ഒന്നും വേണ്ട, നമുക്കെല്ലാം പുതിയതെടുക്കാം. സഫീറിൻ്റെ ആ വാക്ക് കേട്ട് ആയിഷ ശരിക്കും ഞെട്ടി. അല്ലോ, അതൊന്നും വേണ്ട. വരൂ, തൽക്കാലം നമുക്ക് പോകാം, ഇപ്പോൾ അതൊന്നും നോക്കണ്ട. അങ്ങനെ അത് മനമില്ല മനസ്സോടുകൂടെ ആയിഷ അത് സഫീറിൻ്റെ വാഹനത്തിൽ കയറുന്നു. അവൾക്കല്പം ഭയമുണ്ട്. പഠിച്ചവനെ, ആരെങ്കിലും കാണുമോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നോർത്തിട്ട് അവൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എന്നാൽ സഫീർ പറഞ്ഞു, ആയിഷ, നീ വിഷമിക്കണ്ട, നിന്നെ സുരക്ഷിതമായൊരിടത്താണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം റെഡിയാകും, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഒരുപാട് ദുരിതം അനുഭവിച്ചില്ലേ? അത് എന്നാൽ ആ പൊന്നുമോൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. പപ്പയുടെ കൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? പൊന്നുമോളെ, നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ എൻ്റെ ഫാമിലിയെ കാണുമോ? ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫാമിലി ഉണ്ട്, വലിയ ഫാമിലി ഉണ്ട് എന്നൊക്കെ. മോള് മിണ്ടിട്ട് തൽക്കാലം. ഇതാ ആ പാപ്പ മോളുടെ ഫാമിലി തന്നെയാണ് കേട്ടോ. ആണോ ഉപ്പ? ശരിക്കും? അറിയാതെ ആ പൊന്നുമോൾ ഉപ്പയെന്നും പപ്പയെന്നും സഫീറിനെ വിളിക്കുന്നുണ്ട്. ആ പാപ്പി എന്ന് അവൾ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ സഫീറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. പഠിച്ചോനെ, ഇത്രക്കും രക്തബന്ധമുള്ള സ്നേഹമുള്ള ഏറ്റങ്ങളെ റഹ്മാനെ നീ നശിപ്പിക്കല്ലേ അല്ലാ. ശരിക്കും ജസീർ ഇനി ഈ കുട്ടിയെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഉമ്മ എങ്ങാനും കാണുമ്പോൾ എന്ത് വിചാരിക്കും? എനിക്ക് ഈ പൊന്നുമോളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. റബ്ബേ, എന്തൊരു സൗന്ദര്യമുള്ള പൊന്നുമോള്. എന്നാൽ ആയിഷ ഇജാബ് ധരിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ കാറിൽ കയറിയത്. ആയിഷ, സഫീർ വിളിച്ചു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? എനിക്കറിയില്ല. അതെ, ഞാൻ പോകുന്ന സ്ഥലത്ത് നിനക്കറിയാവുന്ന ഒരാളുണ്ട്, അറിയാത്ത ഒരാളുണ്ട്. ആരാ അറിയോ? ഇല്ല. അതൊക്കെയുണ്ട്. അറിയുന്ന ആളെ ഒന്ന് പറയാമോ? ഉമ്മയാണോ? എനിക്ക് പേടിയാകുന്നു സഫീർ, എന്നെ കൊണ്ടുപോകല്ലേ പ്ലീസ്, എന്നെ കൊണ്ടുപോകല്ലേ അങ്ങോട്ട്, എനിക്ക് പേടിയാണ്. ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോകല്ലേ. ഉമ്മ എന്നെ പേടിയാണ്, എന്നെയും മോളെയും അവരില്ലാതാക്കും, ദയവായി. പേടിക്കണ്ട, ഭയക്കണ്ട. ഒരിക്കലും നിങ്ങളുടെ ശത്രുവിൻ്റെ അടുത്തേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നാലും ആയിഷയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം ആ ഉമ്മയെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല, എൻ്റെ കുഞ്ഞിനെയും അവർ നശിപ്പിക്കും. മോനെ സഫീർ, പ്ലീസ് ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തല്ല കേട്ടോ. ഞങ്ങൾ അവിടെ കൊച്ചുകുടിലിൽ ജീവിക്കുകയായിരുന്നു. മനസ്സമാധാനം ഉണ്ടെങ്കിലും ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും ഒരു ടെൻഷനും ഒക്കെ എങ്കിലും വല്ലാതാരും അങ്ങോട്ട് കയറി വരുന്ന സ്ഥലമല്ലായിരുന്നു അവിടെ. പക്ഷേ ഇനി ഞങ്ങൾ ടൗണിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യും, അതാണ് സഫീർ, എനിക്ക് പേടി. എൻ്റെ പൊന്നു ഏട്ടത്തി ഉമ്മ, നിങ്ങളൊരിക്കലും ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നല്ലൊരിടം ഞാൻ തന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അവിടെ കേട്ടോ, അവരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതാ നമ്മുടെ ആയിഷയെയും ആമിയെയും സഫീർ കൊണ്ടുപോവുകയാണ്.
നമ്മുടെ റിസ്വാന വക്കീലും വല്യമ്മയും നിൽക്കുന്ന ആ ഒരു കൊച്ചു വില്ലയിലേക്ക്, പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.